എൻ്റെ പൊന്നു മക്കളെ, നമുക്കൊരു കല്യാണത്തിന് പോയല്ല. നേരെ വീടൊക്കെ പൂട്ടി ഞാൻ താണ്ട് ഇറങ്ങി. SH ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കല്യാണം, ആദ്യക്കാട്ടുളങ്ങര. അങ്ങനെ നേരെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു. അവിടെ നേരെ ഓഡിറ്റോറിയത്തിൽ ചെന്നപ്പോഴത്തേക്ക് ചെക്കൻ്റെ കുറേ ഫ്രണ്ട്സും ഫോട്ടോഷൂട്ടും ഫോട്ടോ എടുപ്പുമല്ല. അത് കഴിഞ്ഞപ്പോൾ പെണ്ണിന് കണ്ട വരുന്നത് നല്ല ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടാണ്. നല്ല രസമായിരുന്നു. നമ്മളിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടെങ്കിൽ നേരിട്ട് ഇങ്ങനെ ആദ്യമായിട്ട് കാണുമ്പം നല്ല രസമുണ്ട്. അവരുടെ തലയിലിരിക്കുന്ന റോസപ്പൂ ഊർജ്ജില്ല എന്നൊന്ന് ഞാൻ ഇടയ്ക്കൊന്ന് തൊട്ട് നോക്കി. അല്ല ഗൈസ്, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തൻ്റെ പെണ്ണ് വന്നു. പെണ്ണ് നല്ല സുന്ദരിയായിട്ടാണ് വരുന്നത്. ആ ഡ്രസ്സൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, വൈറ്റ് കളർ. അതൊക്കെ കഴിഞ്ഞ് നേരെ അവരകത്ത് കയറി കല്യാണമൊക്കെ കണ്ടു. ഫുഡ് അടിക്കാനുള്ളതല്ലേ അടുത്ത ലക്ഷ്യം. അങ്ങനെ ഫുഡ് അടിക്കാൻ ചെന്നപ്പോൾ ഭയങ്കര തിരക്ക്. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് കഴിച്ചെണ്ണിക്കുമ്പോഴത്തേക്കും നമ്മൾ സീറ്റ് ബുക്കിഡാണ്. ഞാൻ അവിടെ ചെന്ന് അവിടെയൊക്കെ സീറ്റ് കിട്ടിയില്ല. ചൂട് കൊണ്ട് ഞാൻ ആവിയിൽ പുഴുങ്ങി. അങ്ങനെ ഞാൻ അവിടെ എനിക്കൊരു സീറ്റ് കണ്ടുപിടിച്ചു. ഞാൻ അവിടെ ഇരുന്നു. പിന്നെ നീണ്ട കാത്തിരിപ്പായിരുന്നു നമ്മുടെ ബിരിയാണി തിന്നാൻ. അങ്ങനെ കല്യാണ ബിരിയാണി തിന്നുന്നത് ഒരു പ്രത്യേകത സ്വാദാണ്. അങ്ങനെ വിശന്ന് കുടൽ കരിഞ്ഞ് അങ്ങനെ ബിരിയാണി, നല്ല ബീഫ് കറിയൊക്കെ വന്ന്. പിന്നെ അതെങ്ങനെങ്കിലും അകത്താക്കുക, കാരണം അടുത്ത ആൾക്കാർ വെയിറ്റിംഗ് ആണ്. നമ്മൾ എണ്ണിക്കുമ്പോൾ ആ കസാരയ്ക്ക് വേണ്ടി. ഇതെന്തോ വെള്ളമാണോ നോക്കി ഞാനൊന്ന് കുടിച്ചു നോക്കി. പക്ഷെ വെള്ളം തന്നെയാണ്, ജ്യൂസല്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞു. ദാണ്ട് ബസ് കയറി വീടെത്തിയപ്പോൾ ഇത്രയുള്ളൂ. ബാ.